ഒരു പാരൻറ്റിൻ്റെ മനസ്സിൽ അവർ കാണുന്ന എക്സ്പെക്റ്റേഷൻ ലെവലിൽ ഈ കുട്ടി എത്തിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവിടെ അവൻ ഫെയിലിയർ ആണെന്നാണ് കൊടുക്കുന്ന മറുപടി. ഒരു വര വരച്ചിട്ട് ഈ വരയുടെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾ പോകരുത്, ഇതിലേ തന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രിക്റ്റായിട്ട് നമ്മളെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്, ബാലൻസ് പോയി വീഴും. എന്നാൽ പിന്നെ അതിനേക്കാൾ അപകടകരമായി ഞാൻ എന്ത് ചെയ്താൽ റീച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ 11 kV ലൈനിൻ്റെ മുകളിൽ കയറിയുന്ന റീലെടുക്കാൻ പറ്റുന്നോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് ഇന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ കുറേ കാലത്തെ സിനിമകൾ പരിശോധിക്കും, നമ്മളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങൾ, ഇപ്പോൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ സിനിമകൾ എന്ന് പറയുന്നത് നമ്മൾ അത്തരത്തിൽ ആ രീതിയിലേക്ക് വളരാനല്ലേ, ആ രീതിയിലൊരു നല്ല നായകൻ നസീറിൻ്റെ കാലഘട്ടത്തിലൊക്കെ സിനിമകളിലൊക്കെ എങ്ങനെയുണ്ട്. പക്ഷേ ഈ ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു സിനിമകളുടെ രീതി പരിശോധിക്കുമ്പോൾ ആ സിനിമകളിലെല്ലാം വില്ലൻ്റേതായിട്ടുള്ളൊരു ഗ്രൗണ്ടുണ്ട്. ഞാൻ എങ്ങനെ വില്ലനായി അതിനെ ഭയങ്കരമായിട്ട് പർവ്വതീകരിക്കുക, അല്ലെങ്കിൽ അതിനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമായി ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഓക്കെ ഞാനും വില്ലനാകാനുള്ള സാമൂഹ്യ പരിസ്ഥിതി എൻ്റെ ചുറ്റിനുണ്ട് എന്ന് തോന്നലുണ്ടാക്കില്ലേ? ആധികാരികമായിട്ട് എല്ലാ സിനിമകളെയും അവലോകനം ചെയ്തിട്ടാണോ ഞാനത് പറയുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അത്രയും സ്ഥിരമായി അങ്ങനെ സിനിമ കണ്ട് ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എന്നാലും നായകൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒക്കെ സാധാരണഗതിയിൽ ഉണ്ടാവണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഐഡിയൽ മനുഷ്യനാണ്. ഏറ്റവും ഹൈ ക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്ന, വെളുപ്പിനെ എഴുന്നേക്കും, വളരെ ഭവ്യതയോടെ മനുഷ്യരോട് സംസാരിക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന നിലയിലാണ് അവരാണ് ഏറ്റവും നല്ലത് എന്നുള്ള നിലയിലാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് നമ്മുടെ മനസ്സിലുള്ള സ്റ്റീരിയോ ടൈപ്പ്. ഈ നസീറിൻ്റെ കാലത്തെ സിനിമകളും മോഹൻലാലിൻ്റെ കാലത്തിലുള്ള സിനിമകളും ഇപ്പോഴത്തെ കാലത്തെ സിനിമയും എന്നൊക്കെ പറഞ്ഞ് നോക്കിയാൽ ഇതൊക്കെ ജനറേഷൻസിൻ്റെ ഗ്യാപ്പുണ്ട്. നമ്മളുടെ സൊസൈറ്റി മാറിയിട്ടുണ്ട് അല്ലേ? ഇന്ന് നമ്മളുടെ മുമ്പിൽ നമ്മളുടെ ഈ ഫാസ്റ്റ് ലൈഫിൻ്റെ ഇടയിൽ നസീറിൻ്റെ കാലഘട്ടത്തെ പോലെ ഒരു സിനിമ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതെങ്ങും ഓടൂല, ആരും കാണൂല. ഈ പറയുന്ന നസീറിൻ്റെ സിനിമ ആസ്വദിച്ചിരുന്നവർ പോലും കാണില്ല. സോ അത് സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്, ഒരു വ്യവസായമാണ്. ആ വ്യവസായത്തിനും ഇവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് മാധ്യമം, ഒരു ബിസിനസ് സംരംഭം, ഒരു വ്യവസായ മേഖല, ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ഒരു വ്യവസായ മേഖല, അങ്ങനെ ഒരു പദ്ധതി എന്നുള്ള നിലയിൽ സമൂഹത്തിന് ഒരുപാട് കടപ്പാടുള്ളൊരു മേഖലയാണ് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ കൊടുക്കുന്ന മെസ്സേജസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായി പോകരുത്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നായകൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ കാണുന്ന പല കാര്യങ്ങളിലും പല സിനിമകളിലും കാണുന്നത് അനന്തൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ കുറേ ട്രോമാസ്, അവരെ ഇങ്ങനെ ഒരു ആൾ പലപ്പോഴും നായകനല്ല വില്ലനാണ് അതുപോലെയുള്ള കാര്യങ്ങളെ വെച്ച് ഹൈപ്പ് ചെയ്യുന്നത്. ആ വില്ലനെ എതിർക്കാൻ വരുന്ന അതിനേക്കാൾ വലിയൊരു വില്ലനായ നായകൻ, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ നമ്മൾ സാധാരണ പറയും, എനിക്ക് ലൂസിഫറിലെ ഒരു ഡയലോഗാണ് ആ കാര്യം പറയുമ്പോൾ ഓർമ്മ വരുന്നത്. സാധാരണ പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള എതിർപ്പുകളെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. നമ്മൾ പുരാണങ്ങൾ മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ എല്ലായിടവും അതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് നമ്മൾ കാണുന്നത് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒരു വില്ലൻ ഉണ്ട്, അയാൾക്ക് കുറേ ട്രോമാസ് ഉണ്ട്. അപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പെരുമാറുന്നതിൽ തെറ്റില്ല, കാര്യം ഞാൻ കടന്നു വന്ന വഴികൾ ഇതാണ്, സോ ഇറ്റ് ഈസ് ഓക്കെ എന്ന് പറയുമ്പോൾ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള വ്യക്തികളിൽ, അതായത് വൾണറബിൾ ആയിട്ടുള്ള വ്യക്തികളിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ന്യായീകരണമുണ്ട്. ഇതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ആ ന്യായീകരണത്തിന് വേറൊരാളോട് പറയണ ന്യായീകരണമൊന്നും ആയിരിക്കില്ല, നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കുന്ന ന്യായീകരണമായിരിക്കും. ആ ന്യായീകരണം പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്വാധീനിക്കാം. ഇതൊരു വൺ സൈഡഡ് തിയറി ഒന്നുമല്ല. നമ്മളുടെ ലോകത്തിറങ്ങുന്ന സിനിമകൾ മുഴുവനാണ് മനുഷ്യരെ ഇങ്ങനെ ആക്കുന്നത്, അങ്ങനെയൊന്നുമല്ല. പല ഘടകങ്ങളിൽ ഒന്ന്. അതേസമയം ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കൗമാരക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയയാണ് ഫിലിം എന്ന് പറയുന്നത്. മൂവീസ് ആണെങ്കിലും
ഏത് വിഷ്വൽ മീഡിയ ഏത് തന്നെയാണെങ്കിലും. അത് മൂവീസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് കാണുന്നു, അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. അങ്ങനെ ഇന്ന് റീൽസിൻ്റെ പുറകെ പോകുന്ന ഒരുപാട് പേരില്ലേ, അതിൻ്റെ പുറകെ പോയി പല അപകടങ്ങളും പറ്റിയത് നമ്മൾ പലയിടത്തും കാണുന്നില്ലേ. അവിടെ ഒന്നും ഒരു കഥയോ ഒരു നായകനോ നായികയോ ഒന്നുമില്ല അല്ലേ. റീൽസിന് ആ റീൽ അങ്ങനെ ചെയ്തപ്പോൾ റീച്ച് കിട്ടി. എന്നാൽ പിന്നെ അതിനേക്കാൾ അപകടകരമായി ഞാൻ എന്ത് ചെയ്താൽ റീച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ 11 kV ലൈനിൻ്റെ മുകളിൽ കയറിയുന്ന റീലെടുക്കാൻ പറ്റുന്നോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് ഇന്നുള്ളത്. അപ്പോൾ ഇവരുടെ യുക്തിബോധം ഈ പറയുന്ന കാര്യങ്ങളിൽ അവനവൻ്റെ ജീവൻ അപകടത്തിൽ പെട്ടിട്ട് പോലും റീൽസ് എടുക്കാൻ തയ്യാറാവുന്ന യുവാക്കൾ അല്ലെങ്കിൽ യുവജനത എന്ന് പറയുന്നവർ കാണുന്ന ഫിക്ഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയിൽ നിന്ന് നെല്ലും പതിരും തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ അവരതിന് പ്രാപ്തരാണ് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. ഈ പ്രാപ്തരാക്കാത്തതിൽ സിനിമയ്ക്ക് മാത്രമൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന സമൂഹത്തിന് വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ സിനിമ പോലെ തന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സ്വാധീനിക്കുന്ന ഒരു ഭാഗമാണ് പേരൻസ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമുക്ക് അച്ഛൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പേടിയാണ്, അച്ഛൻ വീട്ടിലേക്ക് വന്നാൽ പിന്നെ ഭയങ്കര സൈലൻസ് ആയിരിക്കും, പെട്ടെന്ന് പഠിക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലേക്ക് മാറി. അച്ഛനും മക്കളും തമ്മിൽ ഫ്രണ്ട്സാണ്, എടാപോടാ ബന്ധം. അപ്പം സത്യത്തിൽ ഈ ആ കാലത്തെ പേരൻറ്റിങ് ആയിരുന്നോ ശരി? രണ്ടു മൂന്ന് ചോദ്യങ്ങളാണ്. അക്കാലത്തെ പേരൻറ്റിങ് ആയിരുന്നോ ശരി? ഇപ്പോഴത്തുള്ള സംഭവവികാസങ്ങൾ പറഞ്ഞിരുന്നത് ആ പേരൻറ്റിങ് ആണോ ശരി? അതല്ല ഇപ്പോഴുള്ള പേരൻറ്റിങ്ങിൽ എന്താണ് ഇനി എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഇതല്ലാതെ ഏതെങ്കിലും ഒരു ചട്ടക്കൂട് ഇങ്ങനെ വളർത്തിയാൽ കുട്ടികൾ നന്നാവും, ഇങ്ങനെ വളർത്തിയാൽ കുട്ടികൾ ശരിയാവും എന്നുള്ള ഏതെങ്കിലും തരത്തിലൊരു മാഡത്തിന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള പേരൻറ്റിങ് സ്റ്റൈലുണ്ടോ? പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും കുഞ്ഞുങ്ങളായിട്ട് ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോൾ ഒരു ക്ലിയർ സ്ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരു നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഒന്നും എഴുതിയിട്ടോ വരച്ചിട്ടോ ഇല്ലാത്തൊരു സ്ലേറ്റ് ആയിട്ടും വിചാരിക്കുക. അങ്ങനെയാണ് വരുന്നത്. ഇതിനകത്തേക്ക് നമ്മുടെ അനുഭവങ്ങളും അതിനോടൊപ്പം നമ്മുടെ ജനറ്റിക്സും ചേർന്ന സാധനങ്ങളാണ് നമ്മുടെ പേഴ്സണാലിറ്റിയും ആറ്റിറ്റ്യൂഡും ഇൻ്റലിജൻസും ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിയാക്കുന്നത് ആ വ്യക്തിക്ക് പകർന്നു കിട്ടിയ ജനറ്റിക്സും അതിനോടൊപ്പം അവൻ്റെ എൻവയോൺമെൻറ്റുമാണ്. ഈ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതിൽ പാരൻസിന് പങ്കുണ്ട്, സ്കൂളിന് പങ്കുണ്ട്, സമൂഹത്തിന് പങ്കുണ്ട്, അവൻ ഇൻറ്ററാക്ട് ചെയ്യുന്ന എന്തിനും പങ്കുണ്ട്. ഒരു ചെടിയാണെങ്കിൽ പോലും ആ ചെടിക്ക് പങ്കുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് പാരൻറ്റിങ്ങിനെ മാത്രം നമ്മൾ ഇത്രയും ഒരു പർവ്വതീകരിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും ചെറിയ പ്രായം മുതൽ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരും അല്ലെങ്കിൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും കുട്ടികളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഈ കുടുംബത്തിനകത്താണ്. ആദ്യത്തെ ഒരു 3 വർഷം, ഈ 3 വർഷവും ഈ കുട്ടി ഈ കുടുംബത്തിനകത്താണ്, പുറത്തേക്ക് പോകുന്നില്ല അല്ലേ. അത് കഴിഞ്ഞ് നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മളുടെ ചില അടിസ്ഥാനപരമായ കോർ ബിലീഫ്സ് എന്ന് പറയുന്ന ചില സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ അച്ഛൻ്റെയോ നമ്മളുടെ അമ്മയുടെയോ കുടുംബത്തിൽ എന്നും നടക്കുന്ന ചർച്ചകളിൽ നിന്നോ വർത്തമാനങ്ങളിൽ നിന്നോ ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഫാമിലിക്ക് ഡെഫിനറ്റ്ലി പങ്കുണ്ട്. ഈ പങ്ക് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണോ എന്ന് ചോദിച്ച് നമ്മൾ ഒരു വര വരച്ചിട്ട് അതിലേക്കൂടെ കുട്ടിയെ നടത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യവുമല്ല, അതല്ല വേണ്ടുന്നതും. ഇപ്പം നമ്മളോട് തന്നെ വെറുതെ നടക്കാൻ പറയുക എന്ന് പറയുമ്പോൾ ഒരു വര വരച്ചിട്ട് ഈ വരയുടെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾ പോകരുത്, ഇതിലേ തന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രിക്റ്റായിട്ട് നമ്മളെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്, ബാലൻസ് പോയി വീഴും. അതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികളെ നോക്കുമ്പോഴും. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ ആറ്റിറ്റ്യൂഡ് ഫോർമേഷനിലും എല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത് കുട്ടികൾക്കൊരു റേഞ്ച് കൊടുക്കുക. ആ റേഞ്ച് എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാവും, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പോയാലും നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടാവും. ഒരു പക്ഷേ 2 സൈഡിലേക്ക് പോയാലും അവർക്ക് പല ഗുണങ്ങളും ഉണ്ടാവും. ഇതിനകത്ത് എവിടെ അവർ നിൽക്കണം, ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകണം എന്ന് തീരുമാനിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നതായിരിക്കണം പാരൻറ്റിങ്. എന്നത്തേക്ക് അവരെത്തണം? അവരുടെ പ്രായത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി അവർക്കുണ്ടായി വരണം. അപ്പോൾ ഇതിനകത്ത് പല സ്ഥലങ്ങളിലും നോസ് കാണും, അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കാണും, കുട്ടികളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വരും, ചില കാര്യങ്ങൾ അവർക്ക് എത്താൻ പറ്റാതെ വരും, ചില കാര്യങ്ങൾ അവർക്ക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ വരുന്നതിനെ തരണം ചെയ്യാൻ കുട്ടികൾ പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇതിനൊക്കെ
അങ്ങനെയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യം, സക്സസ്സിനെ മാത്രം ഓറിയൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമൂഹത്തിനെയാണ്. ആ സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഫോം തന്നെയാണ് നമ്മൾ ഫാമിലിക്കകത്തും കാണുന്നത്. വിജയിയാവണം, നീ ഫസ്റ്റ് ആകണം, അത് പഠനത്തിനായാലും ഏത് കാര്യത്തിലായാലും. അവിടെ എത്തിയില്ല, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന അത് ഒരു പാരൻറ്റിൻ്റെ മനസ്സിൽ അവർ കാണുന്ന എക്സ്പെക്റ്റേഷൻ ലെവലിൽ ഈ കുട്ടി എത്തിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവിടെ അവൻ ഫെയിലിയർ ആണെന്നാണ് കൊടുക്കുന്ന മറുപടി. ഈ ഫെയിലിയർ ആണ് ഇതിനകത്തുള്ള വ്യത്യാസമാണ് ഞാൻ ഈ പറയുന്നത്. സക്സസ്സിൽ എത്തിയില്ലെങ്കിൽ നീ ഫെയിലിയർ ആണ്, എന്നാൽ പിന്നെ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. ഓക്കെ, സോ ഇതിനുള്ള പ്രഷറാണ് നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സക്സസ്സിൽ എത്താത്തൊരു വ്യക്തി ഫെയിലിയർ അല്ല, ഫെയിൽ അല്ല അവിടെ ആവുന്നത്. ആ പേഴ്സൺ അറ്റംപ്റ്റ് ചെയ്യുവാണ്, ലേൺ ചെയ്യുവാണ്. അവന് ഇനിയും സ്ഥലമുണ്ട് സക്സസ്സിലേക്ക് എത്താൻ, ഇനിയും ദൂരമുണ്ട് നടക്കാൻ. ഇന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളുടെ ലൈഫിൽ ഇനിയും സക്സസ് ഉണ്ട്. 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി വാങ്ങിക്കുന്ന മാർക്കല്ല അവൻ്റെ ജീവിതത്തിലെ സക്സസ്. മെഡിസിൻ അഡ്മിഷൻ കിട്ടിയോ, സിവിൽ സർവീസ് ക്ലിയർ ചെയ്തോ എന്നുള്ളതല്ല ജീവിതത്തിലെ സക്സസ്. നമ്മളുടെ കുട്ടികളിൽ ഇപ്പോൾ ജനറലി കാണുന്നത്, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഭയങ്കരമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു വരുന്നവരുടെ മുരട് സ്വഭാവമാണ് എന്നൊക്കെ വളരെ ലോക്കലായിട്ട് കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജീവിത പ്രതിസന്ധി എന്ന് പറയുന്നതൊന്നുമല്ല ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ പ്രതിസന്ധി. പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞ് ക്ലിനിക്കിൽ വന്ന് സംസാരിക്കുന്ന, ഡിപ്രഷനിലാണ് ഞാൻ, ക്ലാസ്സിൽ ഒറ്റപ്പെട്ടു. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇവരിൽ ഡിപ്രഷൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും, സെൽഫ് ഹാർമിങ് ബിഹേവിയേഴ്സ് ഉണ്ടാവും. ഓക്കെ, പറയുന്ന റീസൺ എന്താണ്? ഞാൻ ക്ലാസ്സിൽ ഒറ്റപ്പെട്ടു, എന്നോട് ആരും മിണ്ടുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് ആദ്യം കിട്ടുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ. ഈ കുട്ടി തീർത്തും ഒറ്റപ്പെട്ട് എല്ലാവരാലും അവഗണിച്ചിരിക്കുന്ന ഒരു കുട്ടി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ ചോദിച്ചു വരുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ കുട്ടി മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടി ഈ കുട്ടിയോട് മിണ്ടുന്നില്ല. ഓക്കെ, ആ ഒരു ഒറ്റ കാരണമാണ് ഈ കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നത്. എനിക്കാരുമില്ല, എനിക്ക് സുഹൃത്തുക്കളില്ല, ഞാൻ പ്രതീക്ഷിക്കുന്ന ആളെ എൻ്റെ കൂടെ ഇല്ല. എന്നാൽ ആ കുട്ടി മിണ്ടും. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്നും സംസാരിക്കുന്നില്ലേ? അല്ല, സംസാരിക്കും. ചിലപ്പോൾ ഇടയ്ക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കും, ഞാൻ നോട്ട് ചോദിച്ചാൽ എനിക്ക് നോട്ട് തരും. ഇതെല്ലാം ചെയ്യും. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ മിണ്ടുന്നില്ല. പണ്ടൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഐഡിയലിസ്റ്റിക് ആണ് എല്ലാം. നമ്മൾ ചെറുതിലേ മുതൽ പാരൻസ് കൊടുക്കുന്ന എന്താ? നീ രാജാവാണ്. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആഹാരം എങ്ങനെയാ കുട്ടി ചോദിക്കുന്നത്? ഒരമ്മയോട് ഞങ്ങൾ സാധാരണ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സുള്ളൊരു കുട്ടി വരുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അമ്മയോട് എങ്ങനെയാ കുട്ടി നീഡ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്? വിശക്കണം ഉണ്ടെങ്കിൽ എങ്ങനെയാ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്മമാർ തിരിച്ച് പലപ്പോഴും പറയുന്ന മറുപടി, കുട്ടി ചോദിക്കാറില്ല, ഞങ്ങൾ കൊടുക്കുവാണ്. ആ സമയത്ത് കൊടുക്കുവാണ്. ആ സമയത്ത് കുട്ടി കഴിച്ചില്ലെങ്കിൽ കഴിപ്പിക്കും, നിർബന്ധിച്ച് കഴിപ്പിക്കും. ഇപ്പം ഈ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? കുട്ടിയുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? മൊബൈൽ കൊടുക്കും. സോ ഇവിടെ നിന്ന് തുടങ്ങും. കുട്ടി വിശന്നിട്ട് വന്ന് ചോദിക്കട്ടെ. ഹാബിറ്റിൽ വ്യത്യാസം വരും. പലപ്പോഴും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നത് പോലും അവരുടെ ഉത്തരവാദിത്വമല്ല. അമ്മയ്ക്ക് വേണ്ടിയാ ഭക്ഷണം കഴിക്കുന്നേ. നമുക്ക് പറയുമ്പോൾ ഭയങ്കര തമാശയായിട്ടും ഇത്രയും ലാഘവത്തോടെയും ലഘൂകരിച്ചുമൊക്കെ ഇതിനെ പറയാൻ പറ്റുമോ എന്ന് തോന്നും. പക്ഷെ ഞങ്ങൾ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇറസ്പോൺസിബിളാണ്. അഡോളസൻ്റ് ഏജിൽ വരും. മാഡം ഒരു കാര്യവും റെസ്പോൺസിബിളായിട്ട് ചെയ്യൂല. അവനവൻ്റെ തുണി അടുക്കി വെക്കൂല, വീട് വൃത്തിയാക്കി വെക്കൂല, നോട്ട്സ് എഴുതൂല, ഹോംവർക്ക് ചെയ്യൂല, അസൈൻമെൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയില്ല, മുടിയൊന്നും ചീകി വെക്കൂല, യൂണിഫോം വൃത്തിയായിട്ട് ഇട്ടുകൊണ്ട് പോവില്ല. ഇതൊക്കെ പറയും.
സമയത്തിന് എഴുന്നേക്കൂല, അവസാന നിമിഷം എല്ലാം കൂടെ വാരി കൂട്ടിക്കൊണ്ടൊരു ഓട്ടമുണ്ട്. ഇതിൻ്റെ ഇടയിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനം ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ പാരൻസിന് അത് സ്കിപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഫീഡ് ചെയ്യും. കുട്ടിക്ക് വയസ്സ് എത്രയുണ്ട്? 14. രാവിലെ വീട്ടിലെ യുദ്ധം എന്താണ്? ഈ കുട്ടി എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? ഈ രാവിലെ എഴുന്നേക്കുന്നത് മുതൽ പാരൻസ് ആരെങ്കിലും വിളിച്ച് 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 വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി, എന്നിട്ട് ലേറ്റ് ആയാൽ എന്ത് സംഭവിക്കും? ഒന്നുമില്ല, ഇവർ കൊണ്ടുവിടും. കൊണ്ടുവിടുമ്പോൾ കുട്ടി സ്കൂളിൽ ലേറ്റ് ആവുന്നില്ല, യൂഷ്വൽ ടൈമിൽ എത്തും. സോ അവിടെ ഒരു ഇമ്പാക്റ്റ് ഇല്ല. ഞാനൊരു ഉത്തരവാദിത്വം എടുക്കണോ? എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്തോ? എനിക്ക് അതേസമയം സൗകര്യം ഉണ്ടായി. കാര്യം ഞാൻ സ്കൂൾ ബസ്സിൽ പോയി ബസ് സ്റ്റോപ്പ് വരെ നടന്ന്, ബസ് സ്റ്റോപ്പിൽ ചെന്ന് കാത്തു നിന്ന്, അല്ലെങ്കിൽ അവിടെ ബസ്സിനകത്ത് കയറി പോകേണ്ടുന്ന ബുദ്ധിമുട്ട് എനിക്ക് ഒഴിവായി. എൻ്റെ അമ്മയോ അച്ഛനോ എന്നെ സ്കൂട്ടറിലോ കാറിലോ കൊണ്ടുവന്ന് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇറക്കി. കുറച്ചുകൂടെ പതുക്കെ എനിക്ക് പോയാൽ മതി. സൗകര്യമായി. അപ്പൊ എൻ്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ എൻ്റെ സൗകര്യങ്ങൾ എനിക്ക് കൂട്ടിത്തന്നു. ഞാൻ അസൈൻമെന്റ് എഴുതിയില്ല. അവസാന നിമിഷം അമ്മമാര് വിചാരിക്കുന്നത് എന്താ? ടീച്ചേഴ്സ് വഴക്ക് പറയരുത്, അടിക്കരുത്, അടിയില്ലല്ലോ ഇന്ന്, വഴക്ക് പറയരുത്, വഴക്ക് പറയരുതെന്നുള്ളതല്ല, മാർക്ക് കുറയരുത്. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. അമ്മ എന്ത് ചെയ്യും? അമ്മ എഴുതി കൊടുക്കും അസൈൻമെന്റ്. എന്നാ ശരി, ഇത് നിനക്ക് ഇന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് ഇന്നല്ലല്ലോ അറിയുന്നത്, എഴുതണ്ട. എഴുതാതെ പോയി ടീച്ചറിനോട് എന്താ എക്സ്ക്യൂസ് എന്ന് വെച്ചാൽ പറ. അത് പാരൻസ് ചെയ്യൂല, പകരം അമ്മ എഴുതി കൊടുക്കും. ഇങ്ങനെ ഒരു തരം പാരന്റിങ് സ്റ്റൈലുണ്ട്. അപ്പം ഇതുപോലെ ഇത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, കുട്ടികളെ സ്ട്രെസ് ഫ്രീ ആക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കാര്യമാണ് സ്ട്രെസ് ഫ്രീ എഡ്യൂക്കേഷൻ, സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. ഈ സ്ട്രെസ് ഫ്രീ എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ ഉണ്ടായിരുന്ന വെയിറ്റിങ്ങും ടേൺ ടേക്കിങ്ങും സമാധാനമായിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇരിക്കുക എന്നൊക്കെ പറയുന്നതിനെ സ്ട്രെസ്സെന്നാക്കി കണ്ടുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാം അവനവൻ്റെ പേസിന് അവനവൻ്റെ ഇഷ്ടത്തിന് ചെയ്താൽ മതി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്ന് യാതൊരു തരത്തിലുമുള്ള ചട്ടക്കൂടുകളില്ലാതെ ആക്കി മാറിയപ്പോഴത്തേക്കും നമ്മളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ലക്ഷണമൊക്കെ പോയി. എന്ത് കാര്യവും മറ്റൊരാൾക്ക് വേണ്ടിയായി. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പഠിപ്പിച്ച വേറൊരു കാര്യവും കൂടെയുണ്ട്, സെൽഫ് ലവ്. നമ്മളായിരിക്കണം സെൻറ്റർ, വേറൊരാളെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ട്രെൻഡിങ്ങിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണത്. നിനക്കൊരു കാര്യം ചെയ്യണം തോന്നിയാൽ നീ ചെയ്യണം. അതിനകത്ത് വേറൊരാൾക്ക് അത് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അവരെ അത് ബുദ്ധിമുട്ടിപ്പിക്കുക, ഇതൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ അങ്ങനെ ഒരു ജീവിയല്ല, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇൻറ്ററാക്ഷൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി. അതിനകത്ത് നമ്മൾ പലപ്പോഴും പലരെയും കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ഇതൊക്കെ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പറയുന്നതാണ്, ഇത് ഇത്രയും നീ സഹിക്കേണ്ടുന്ന കാര്യമില്ല. സഫറിങ് ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. സഫർ ചെയ്യേണ്ട കാര്യമില്ല, യു സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ് എന്ന് പറയും. പക്ഷെ അത് പറഞ്ഞ് 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 വരുമ്പോൾ അവസാനം വന്ന് എത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ സഹനവും പ്രശ്നമൊന്നുമില്ല, ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ നിൽക്കൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. അപ്പം ഈ സെൽഫ് ലവ് കൂടി പോകുന്നതും പ്രശ്നമാണ്, സെൽഫ് ലവ് ഇല്ലാതാവുന്നതും പ്രശ്നമാണ്, സഫർ ചെയ്യേണ്ടി വരും. അപ്പം എന്ത് സാധനവും ഒരു മോഡറേറ്റ് ലെവലിൽ കൊണ്ടുപോകണം. ഇപ്പം ഞാൻ സാധാരണ പാരൻറ്റിങ് ക്ലാസ്സസ് എടുക്കാൻ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പട്ടം പറത്താൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല രസമാണ് അല്ലേ? പട്ടത്തിൻ്റെ വിചാരം പട്ടം വളരെ ഫ്രീ ആയിട്ട് ആകാശത്ത് പറന്ന് കിടക്കുവാണെന്നാണ്. അതുപോലെ ആയിരിക്കണം ഒരു കുഞ്ഞിനും തോന്നുന്നത്. ആ കുഞ്ഞ് ഫ്രീ ആണ്, വേറെ പ്രഷറൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെയോ മറ്റ് റാറ്റ് റേസുകളുടെ നമുക്ക് നമ്മളോട് കോമ്പറ്റീഷൻ ആവാം, നമ്മൾ മറ്റൊരാളോട് കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഞാൻ ഇന്നലത്തേനേക്കാളും ഇന്ന് നല്ലതാവണം, ഞാൻ അവനേക്കാൾ നല്ലതാവാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. സോ അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു പട്ടമായിരിക്കണം കുട്ടി. പക്ഷേ ഈ പട്ടത്തിനെ നമ്മൾ പൂർണ്ണമായും അഴിച്ചു വിട്ടാൽ പട്ടം പറന്ന് പട്ടത്തിൻ്റെ വഴിക്ക് പോകും, എന്തെങ്കിലും അപകടം പറ്റും, ഏതെങ്കിലും കമ്പിലോ ഇലക്ട്രിക് കമ്പിയിലോ പോയി കുരുങ്ങും. ഇത് വരാതിരിക്കാനാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്ട്രിങ് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ കൺട്രോൾ കൂടിപ്പോയാലും പ്രശ്നമാണ്. നമ്മൾ വലിക്കുന്നതിൻ്റെ ശക്തി കൂടിപ്പോയാൽ നൂല് പൊട്ടിപ്പോകും അല്ലേ? അപ്പം അത്രയും നമ്മൾ കെയറിൽ വേണം നമ്മൾ. അപ്പം ഈ കെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ സൈഡിൽ മാത്രം പോരാ, ഇമോഷണാലിറ്റിയിൽ വേണം. ഈ ഇമോഷണാലിറ്റി എങ്ങനെയാണ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളത് മനുഷ്യർക്ക് മനസ്സിലാകണം.
നമ്മളുടെ ഈ പറഞ്ഞ സെൽഫ് ലവ് എന്ന് പറയുന്ന സ്ഥലം പാരൻസിനും ഉണ്ട്. എനിക്ക് അരമണിക്കൂർ വെറുതെ ഇരിക്കണം, എങ്ങനെ കുഞ്ഞിനെ ശല്യം ചെയ്യാതിരിക്കാനുള്ള അവസ്ഥയിൽ കൊണ്ടുവരാം? എളുപ്പമാണ് സ്ക്രീൻ. നമ്മളുടെ മുന്നിലത്തെ തലമുറയിലെ അമ്മമാർ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങിയിരുന്നു ഉച്ചയ്ക്ക്. പക്ഷെ അവർ ഉറങ്ങിയിരുന്നത് കുട്ടികളെ അടുത്ത വീട്ടിൽ കളിക്കാൻ വിട്ടിട്ടാ. അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമായിരുന്നു, സഹകരിക്കുമായിരുന്നു, വഴക്കുകൾ ഉണ്ടാവുമായിരുന്നു, അവർ റിസോൾവ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് കുട്ടികളെ വീടിന് പുറത്ത് വിടൂല, പേടിയാണ്. എങ്ങനെ പുറത്ത് വിടും എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് പേടിയാ മാഡം, എങ്ങനെ പിള്ളേരെ വിശ്വസിച്ച് കളിക്കാൻ വിടും? അതുകൊണ്ട് വിടൂല. കളിക്കാൻ പല സ്ഥലങ്ങളിലും സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല, അടുത്തടുത്ത് വീടുകളാണ്, പലയിടത്തും ഇതുമില്ല. ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് പാരൻസിന് അവർക്ക് അവരുടേതായ പേഴ്സണൽ ടൈം വേണ്ടേ? ആ സമയത്ത് ഇതുപോലെയുള്ള ഗാഡ്ജറ്റ്സിനെ കൂട്ടുവിളിക്കുകയെ നിവർത്തിയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ലിങ്ക്സും കണക്ഷൻസും വരുന്നത്. ഇനി ഈ ഗാഡ്ജറ്റിൽ എന്ത് കുട്ടി കാണുന്നു എന്നുള്ളത് വീണ്ടും ഇതാണ്. നമ്മൾ സാധാരണ ഈ പറയുന്ന ഗാഡ്ജറ്റ്സ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ പറഞ്ഞാൽ കണ്ണിന് പ്രശ്നം വരും. ഇതൊക്കെയാണ്. നമ്മളൊക്കെ ടി വി കാണുമ്പോൾ ഒരുപാട് നേരം ടി വി കാണരുത്, കണ്ണിന് പ്രശ്നം വരും, കണ്ണട വെക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ കുട്ടികളുടെ ബിഹേവിയറിൽ നമ്മുടെ സ്വന്തം ബിഹേവിയർ നോക്കിയാലും മതി. കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഗെയിം കളിച്ച് തുടങ്ങിയാൽ പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ ഇച്ചിരി പാടുപെടും. ഓക്കെ. അപ്പം അതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളെല്ലാം ബിസിനസ്സിൻ്റെ ഭാഗം. ഇതിനകത്ത് മനുഷ്യർ കൂടുതൽ നാൾ നിന്നാൽ അല്ലെങ്കിൽ കൂടുതൽ നേരം നിൽക്കുന്നതിനനുസരിച്ച് മാത്രമേ അവർക്ക് റവന്യൂ ജനറേഷൻ ഉള്ളൂ. അല്ല വെറുതെ അല്ലല്ലോ ഒരാൾ ഒരു ഗെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പം ഇത് നമ്മൾ തിരിച്ച് വീണ്ടും ഗാഡ്ജറ്റ്സിലേക്കും ഗെയിംസിലേക്കും അവർ കാണുന്ന വിഷയങ്ങളിലേക്കും ഒക്കെ പോവും. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, അവർ തമാശകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ വിചാരിച്ചോ. റീൽസും ഷോർട്സുമാണ് കാണുന്നത്, തമാശകളാണ്. ഒരു അൺഹെൽത്തി ഒന്നുമല്ല, നോർമൽ തമാശകളും എൻ്റർടൈനിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് കാണുന്നത് എങ്കിൽ പോലും അതിനകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്ഥിരമായി ഒരു ഗാഡ്ജറ്റിലേക്ക് നമ്മൾ ഇൻഡൽജ്ഡായി ഗ്ലൂഡായി പോകുന്ന ഒരു സമയത്ത് സംഭവിക്കുന്നത് നമ്മളുടെ ഇമോഷണൽ കൺട്രോൾ നഷ്ടപ്പെടും. നമുക്ക് സൊസൈറ്റിയുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാതെയാവും. നമ്മളുടെ ഒബ്സർവേഷൻ സ്കില്ല് നഷ്ടപ്പെടും. നമ്മളുടെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ അറിയാതെയായി പോകും. നമുക്ക് മറ്റൊരാളുടെ ഇമോഷനെ മനസ്സിലാവാതെയാവും. എമ്പതി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെയാവും. സോ നാച്ചുറലി ഒരു ഗാഡ്ജറ്റിനകത്തോട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു സോഷ്യൽ ലൈഫ് ആവശ്യമില്ല. സ്വാഭാവികമായും സോഷ്യൽ ലൈഫ് അഫക്റ്റഡ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഫ്രസ്ട്രേറ്റഡ് ആവാൻ. ഇവിടെ കംഫർട്ട് സോണിലാണ്. ഈ പ്രതീക്ഷിക്കുന്ന കംഫർട്ടിൽ നിന്ന് ഒന്ന് മാറിയാൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആകും അല്ലേ? അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം എവിടെ നിന്നാണ് ഒരു കുട്ടി പഠിക്കുന്നത്? ഫാമിലിക്കകത്തുനിന്ന്. അപ്പം അവിടെ എല്ലാം കുട്ടികളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന, കുഞ്ഞ് കരയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന, ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്ന ഒരാളെ നീ എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഇടപെടുന്ന വേറൊരു പാരൻറ്റ്. ഇതൊക്കെ കുട്ടികളുടെ വളർച്ചയെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്.